നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31, 2025 ബുധൻ. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ പുതിയ വർഷത്തെ കോൺട്രാക്ട്സുകളിലേക്ക് പ്രവേശിക്കുകയാണ്. മന്ത്ലി എക്സ്പയറിയെ തുടർന്നും മറ്റുള്ള കാരണങ്ങൾ മൂലവും ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനുകളിൽ നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 3844.02 കോടി രൂപയ്ക്ക് സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 6159.81 കോടി രൂപയ്ക്ക് അതിശക്തമായ ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 26,100 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് നിഫ്റ്റിക്ക് ഒരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം 25,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് തന്നെയാണ്. തുടർന്ന് 25,700 എന്ന ലെവൽ അതിപ്രധാനവുമാണ്. കാരണം ഈ ലെവലാണ് ഈ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ലോ ആയിട്ട് നിലവിൽ നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ 25,700 എന്ന ലെവൽ നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി നവംബർ മാസത്തെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വാല്യൂവിന്റെ റിലീസുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും NBS മാനുഫാക്ചറിംഗ് ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട് ഡിസംബർ മാസത്തെ. കൂടാതെ രാവിലെ 7:15 തന്നെ ഡിസംബർ മാസത്തെ റേറ്റിംഗ് ഡോഗ് മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസുമുണ്ട് ചൈനയിൽ നിന്നും തന്നെ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം $4.18 ട്രില്യൺ വലിപ്പമുള്ള ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും 2030 ജർമ്മനിയെ മറികടന്നുകൊണ്ട് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നും ഇന്നലെ ചൊവ്വാഴ്ച സർക്കാർ അറിയിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 1%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 1.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നേരിയ ഇടിവ് സംഭവിക്കുകയുണ്ടായി. കൂടാതെ ഗോൾഡിലും ബ്രന്റ് ക്രൂഡിന്റെ വില $61.34 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $57.95 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയും $4,340.35 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തോടുകൂടി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റി വീക്കിലി കോൺട്രാക്ട്സിന്റെ PCR 0.75 എന്ന നിലയിലും മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെയും നേട്ടം കൈവരിക്കുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. മാത്രമല്ല RSIയും 50 എന്ന ലെവലിന് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണാനായിട്ട് സാധിക്കുക. 26,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ 25,900 എന്ന സ്ട്രൈക്കിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.01 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനുകളുടെ ഇടിവിന് ശേഷം ഇന്നലെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് സെന്റിമെന്റ്സ് ഇംപ്രൂവ് ആകുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ബുള്ളിഷ് എൻഗൾഫിംഗ് ടൈപ്പ് പാറ്റേണോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. കൂടാതെ ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി
RSIയും 53.25 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റൈറ്റ്സ് സിംബാബ്വേയിലെ ബെർഹാർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് $3.6 മില്യൺ വിലമതിക്കുന്ന പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഭാരത് ഫോർജ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് 1,661.9 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആന്ധ്രാപ്രദേശിൽ 2000 മെഗാവാട്ട് അവർ ശേഷിയുള്ള ഒറ്റപ്പെട്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ബാറ്ററി എനർജി സ്റ്റോറേജ് ഡെവലപ്പർമാരിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി. ടൈറ്റാൻ കമ്പനി 2026 ജനുവരി 4 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചെയർപേഴ്സണും അഡീഷണൽ ഡയറക്ടറുമായി ശ്രീ സന്ധ്യ വേണുഗോപാൽ ശർമ്മ IPSനെ നിയമിക്കുന്നതിനായി ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. IFCI നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ 10% വരുന്ന ഓഹരികൾ കമ്പനി 121.77 കോടി രൂപയ്ക്ക് വിറ്റഴിക്കുകയുണ്ടായി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഡൽഹി സൗത്തിലെ GST വകുപ്പിൽ നിന്ന് 458.26 കോടി രൂപയുടെ GSTയും പലിശയും പിഴയും സഹിതം ചുമത്തുവാനുള്ള ഉത്തരവിടുകയുണ്ടായി. ലുപ്പിൻ ആംസ്റ്റർഡാമിൽ ആസ്ഥാനമായുള്ള VIS യുഫോമ BBയുടെ മുഴുവൻ ഓഹരി മൂലധനവും ഏറ്റെടുക്കുന്നതിന് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ നെതർലൻഡ്സിലെ നാനോമോ BBയുമായി ഒരു കരാറിൽ കമ്പനി ഏർപ്പെട്ടു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.